രാജ്യം ഉറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത് ബിജെപി. യുപിയും ഉത്തരാഖണ്ഡും ബിജെപി നേടി. പഞ്ചാബിൽ കോൺഗ്രസ് മുന്നേറിയപ്പോൾ ഗോവയിലും മണിപ്പൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോൺഗ്രസും ബിജെപിയും നടത്തിയത്. 5 സംസ്ഥാനങ്ങളിലും നിഴലിച്ചത് ഭരണവിരുദ്ധ വികാരമാണ്. 300-ലധികം സീറ്റുകൾ നേടിയാണ് യുപിയിൽ 14 വർഷത്തിന് ശേഷം ബിജെപി ഭരണം പിടിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താവുന്ന യുപി തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് നിലവിൽ വന്നത്. 5 സംസ്ഥാനങ്ങളിൽ 2ഇടത്ത് ഭരണത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷം ബാക്കിയുള്ള മേഖലകളിലെല്ലാം ബിജെപി നേടി എന്ന സാഹചര്യം കൂടിയാണ് നിലവിൽ എന്തായാലും ഉള്ളത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ബിജെപി തന്നെയാണ്. യുപിയിലും ഉത്തരാഖണ്ഡിലും വലിയ ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലേക്ക് ഉദിച്ചത്. മറുപക്ഷത്ത് ബിജെപിയും ഒപ്പം മോദിയും ബിജെപിയും നേട്ടം ആഘോഷിക്കുമ്പോൾ പഞ്ചാബിൽ നേടിയ ഉജ്ജ്വല വിജയം മാത്രമാണ് ആശ്വാസജനകമായ ഒരു റിസൾട്ട് എന്ന തരത്തിൽ കോൺഗ്രസിന് ആശ്വസിക്കാൻ ആവുക. എന്നാൽ അതും രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി പൊതുവിൽ വിലയിരുത്തപ്പെടുന്നില്ല. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിജയമായാണ് അവർ അതിനെ കാണുന്നത്. മണിപ്പൂരിൽ മറ്റൊരു ശ്രദ്ധേയമായ റിസൾട്ട് കൂടി ഇറോം ശർമിളയ്ക്ക് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നു. എന്തായാലും വളരെ നിർണായകമായ 5 സംസ്ഥാനങ്ങളിലെ റിസൾട്ട് കൂടിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അന്തിമ ഫലം പുറത്ത് വന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഭരണകക്ഷിയായ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത്. 3-2 സീറ്റുകളിലും ഭൂരിപക്ഷം നേടിയാണ് ബിജെപി ഭരണത്തിലേക്ക് നീങ്ങുന്നത്. മുസ്ലിം സ്വാധീന മേഖലകളിലും ബിജെപിക്കാണ് ആധിപത്യം. അതേസമയം ഗോവയിലും മണിപ്പൂരിലും കോൺഗ്രസും ബിജെപിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിവെച്ച് ഉത്തരാഖണ്ഡിൽ ബിജെപി ഭരണത്തിൽ. കോൺഗ്രസിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബിജെപി മുന്നേറ്റം നടത്തിയത്. സംസ്ഥാനത്തെ 3-2 സീറ്റുകളിലും ബിജെപിയാണ് വിജയിച്ചത്. മുസ്ലിം സ്വാധീന മേഖലകളിൽ ബിജെപിക്കാണ് ആധിപത്യം. 2 മണ്ഡലങ്ങളിൽ ജനവിധി തേടിയ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് 2ഇടങ്ങളിലും തോറ്റത് കോൺഗ്രസിന് കനത്ത പ്രഹരമായി. ഹരിദ്വാർ, കിച്ച മണ്ഡലങ്ങളിലാണ് റാവത്ത് പരാജയം നുണഞ്ഞത്. 2009-ൽ റാവത്ത് ലോക്സഭയിലേക്ക് വിജയിച്ച മണ്ഡലമായിരുന്നു ഹരിദ്വാർ. അതേസമയം ഗോവയിലും മണിപ്പൂരിലും കോൺഗ്രസും ബിജെപിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഗോവയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിറങ്ങിയ ബിജെപിക്ക് മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ തോറ്റത് തിരിച്ചടിയായി. മാർദ്രെ മണ്ഡലത്തിൽ മത്സരിച്ച പർസേക്കർ 676 വോട്ടിനാണ് കോൺഗ്രസിലെ ദയാനന്ദ് സ്പോട്ടോയോട് പരാജയപ്പെട്ടത്. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി സഖ്യം വിട്ടതും സുഭാഷ് വേലിംഗറുമായി കൈകോർത്തതുമാണ് 2ാം തവണയും അധികാരത്തിലെത്താമെന്ന ബിജെപിയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയായത്. ഉപമുഖ്യമന്ത്രി ഫ്രാൻസിസ് ഡിസൂസയുടെ വിജയം മാത്രമാണ് ആശ്വാസം. ഗോവയിൽ അക്കൗണ്ട് തുറക്കാനുള്ള എഎപിയുടെ ശ്രമവും ഫലം കണ്ടില്ല. 7 സീറ്റുകൾ വരെ നേടുമെന്നായിരുന്നു എഎപിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ പ്രതീക്ഷകൾ അട്ടിമറിച്ച് സാന്നിധ്യം പോലും അറിയിക്കാൻ എഎപിക്ക് കഴിഞ്ഞില്ല. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസ് അടക്കം പല സ്ഥാനാർത്ഥികൾക്കും പച്ച തൊടാൻ സാധിച്ചില്ല. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിൽ പ്രാദേശിക കക്ഷികൾക്കും സുപ്രധാന പങ്കുവയ്ക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അതേസമയം കന്നിയംഗത്തിനിറങ്ങിയ മണിപ്പൂരിന്റെ ഉരുക്കുവനിത ഇറോം ശർമിള ദയനീയമായി തോറ്റു. മുഖ്യമന്ത്രി ഇബോബി സിംഗാണ് ഇവിടെ വിജയിച്ചത്. 90 വോട്ടുകൾ മാത്രം ലഭിച്ച അവർ നോട്ടയ്ക്കും പിന്നിലായി. ഇറോമിന്റെ പാർട്ടിയായ PRJയ്ക്ക് ഒരിടത്തും ജയിക്കാനായില്ല. നാഷണൽ ഡെസ്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ജാതി രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുള്ള യുപിയിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വിജയം ഒപ്പം നിന്നു. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യുപി പിടിക്കുക എന്നതായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിന് മുന്നിലുള്ള കടമ്പ. അതിനായി അമിത്ഷായും നരേന്ദ്രമോദിയും മെനഞ്ഞ തന്ത്രങ്ങൾ പാളിയില്ല. വർഷങ്ങളായി ബിജെപിയുടെ സ്വപ്നമായിരുന്ന യുപി ഭരണം യാഥാർത്ഥ്യമാകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും. വർഗീയ ഭിന്നിപ്പെന്ന പതിവ് തന്ത്രം തന്നെയാണ് മോഡിയും അമിത്ഷായും ഉത്തർപ്രദേശിൽ പയറ്റിയത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ BSPയിലേക്കും SPയിലേക്കും RLDയിലേക്കും പോകാതിരിക്കാൻ മുസ്ലിം വിഭാഗത്തെ മുഖ്യ പ്രതിപക്ഷമാക്കി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം എന്ന തന്ത്രമാണ് പുറത്തെടുത്തത്. ഒറ്റ മുസ്ലിമിന് പോലും BJP സീറ്റ് നൽകാത്തത് തന്നെ ഇക്കാരണം കൊണ്ടായിരുന്നു. 20.7% ദളിത് വോട്ടുകളും 18.5% മുസ്ലിം വോട്ടുകളുമുള്ള സംസ്ഥാനത്ത് 403 സീറ്റിൽ 99 സീറ്റുകളിലാണ് മായാവതിയുടെ BSP മുസ്ലിം വിഭാഗക്കാരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. എന്നാൽ മുസ്ലിം വോട്ടുകൾ BSPക്കും SPക്കുമായി ഭിന്നിച്ചു പോവുകയും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ദളിത് വോട്ടുകൾ BJPയിലേക്ക് നീങ്ങുകയും ചെയ്തതാണ് മായാവതിക്ക് കനത്ത തിരിച്ചടിയായത്. രാമക്ഷേത്ര നിർമ്മാണവും മുത്തലാഖും മുസാഫർ നഗർ കലാപവും സമർത്ഥമായി പ്രചരണത്തിൽ ഉപയോഗിച്ച ബിജെപി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ വിജയിക്കുകയും യുപി പിടിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കളമൊരുക്കുകയും ചെയ്തു. യുപിയിൽ നേടാനായ വിജയം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതാകില്ല. അതോടൊപ്പം തന്നെ
രാജ്യസഭയിലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും മേധാവിത്വം നേടാനും ഇപ്പോഴത്തെ ഈ വിജയം സഹായിക്കുമെന്നതും ബി.ജെ.പിക്ക് ഇരട്ടി മധുരമാകുന്നു. ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. ഉത്തർപ്രദേശിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്ന് അഖിലേഷ് യാദവ് പ്രതികരിച്ചു. കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമെന്നും അഖിലേഷ് പറഞ്ഞു. सरकार से बाहर हैं हम. मुझे लगता है कि आने वाले समय में जो सरकार आएगी समाजवादी सरकार से भी बेहतर काम करेंगे. हमारी सरकार से अच्छी सड़कें बनाएंगे. जनता और जो हर वर्ग के लोग हैं उनको ज्यादा सुविधाएं देने का काम भी सरकार आने वाली करेगी. मैं इस समय आपका भी धन्यवाद दूंगा कि चुनाव में आप और हम लोग जगह जगह मिलते रहे. आपकी वजह से हमारी बातें भी पहुंचती रही जनता को तक. मैं एक बार फिर जनता को बधाई देता हूं कि उन्होंने जो निर्णय लिया है, लोकतंत्र में यही निर्णय होता है, हम उस निर्णय को स्वीकार करते हैं. രാജ്യം ഉറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത ബി.ജെ.പി. യുപിയും ഉത്തരാഖണ്ഡും ബി.ജെ.പി. നേടി. പഞ്ചാബിൽ കോൺഗ്രസ് മുന്നേറിയപ്പോൾ ഗോവയിലും മണിപ്പൂരിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയത്. 5 സംസ്ഥാനങ്ങളിലും നിഴലിച്ചത് ഭരണവിരുദ്ധ വികാരമാണ്. 300-ലധികം സീറ്റുകൾ നേടിയാണ് യുപിയിൽ 14 വർഷത്തിന് ശേഷം ബി.ജെ.പി. ഭരണം പിടിച്ചത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, സമഗ്രമായ വിവരങ്ങൾ. അരുൺ, ഉത്തർപ്രദേശിൽ വളരെ അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ബി.ജെ.പി. നേടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ 40% മേലായിട്ടുണ്ട് ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. അതിനനുസൃതമായ കണക്കനുസരിച്ചാണെങ്കിൽ നിയമസഭയിൽ 328 സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കണം. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 2017 ഈ നിയമസഭാ ഇലക്ഷനിൽ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 324. വോട്ടിംഗ് ശതമാനത്തിൽ ഒരു കുറവ് പോലും ബി.ജെ.പി. ഉണ്ടാക്കിയില്ല. ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായ അതേ തരംഗം തന്നെ 2 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ബി.ജെ.പി. നിലനിർത്തി എന്നതാണ് യു.പിയിൽ വ്യത്യസ്തം. മറ്റൊരു പ്രധാന കാര്യം, ഭരണകക്ഷിയായ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി അവസാന നിമിഷം കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യം, കോൺഗ്രസ് യു.പിയിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്താനായി സഖ്യത്തിൽ ഒപ്പം നിന്നത് ഒക്കെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് വോട്ടിന് വേണ്ടി മാത്രമായി ജനം കാണുന്നു എന്നാണ് ഇലക്ഷന്റെ കണക്കെടുപ്പ്. കാരണം സമാജ്വാദിയും കോൺഗ്രസും സംയുക്തമായി നിന്നപ്പോൾ ഇപ്പോൾ 57 സീറ്റ് മാത്രമേ നേടാനായിട്ടുള്ളൂ. നേരത്തെ സമാജ്വാദി ഒറ്റയ്ക്ക് 224 സീറ്റുകൾ നേടിയെടുത്തതാണ് സഖ്യമായി നിന്നിട്ട് 57 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയത്. മായാവതിക്കാണ് വലിയ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്തത് എന്ന് മാത്രമല്ല, മായാവതിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പശ്ചിമ യു.പിയിൽ പോലും ബി.ജെ.പി. ആണ് മുന്നേറിയിരിക്കുന്നത്. പശ്ചിമ യു.പിയിലെ പല സീറ്റുകളും ഏകദേശം 52ഓളം സീറ്റുകൾ പൂർണ്ണമായും തന്നെ ബി.ജെ.പി. നേടിയെടുക്കുകയും ചെയ്തു. ആ ഭാഗത്തെ ദളിത് വിഭാഗങ്ങൾ, മൈനോറിറ്റി വിഭാഗങ്ങളിലൊക്കെ വോട്ടിൽ വലിയൊരു ചോർച്ച ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളിൽ, അംബേദ്കർ നോൺ ദളിത് വിഭാഗങ്ങളിൽ പോലും നേരത്തെ മായാവതിയോടൊപ്പം നിന്നവർ പോലും ബി.ജെ.പിയിലേക്ക് പോയിരിക്കുന്നു. സമാജ്വാദിയോടൊപ്പം നിന്ന മൈനോറിറ്റി പോലും കൃത്യമായ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രത്യേകം. ഇപ്രാവശ്യത്തെ ഉത്തർപ്രദേശിലെ വോട്ടിംഗ് ശതമാനം കൂടി നമുക്ക് നോക്കേണ്ടി വരും. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലുതായിരുന്നു, 61%. അത്തരത്തിലുള്ള ഒരു വോട്ടിങ്ങിന്റെ വർധനവ് മറ്റു പാർട്ടികളിലില്ല. അത് ബി.ജെ.പിയിൽ നിന്നു. ഇതിന്റെ ഏത് സാഹചര്യം, ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, എവിടെയൊക്കെയാണ് വോട്ട് ചോർച്ച ഉണ്ടായെന്നൊക്കെ എന്തായാലും ഇനിയും പഠിക്കേണ്ടിയിരിക്കും. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുമ്പോൾ മായാവതിയോടൊപ്പം നിന്ന ദളിത് വിഭാഗങ്ങളും മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. മുസ്ലിം വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോയി എന്ന് വേണം പറയാൻ. അതും ബി.ജെ.പിക്ക് ഉത്തർപ്രദേശിൽ ഗുണകരമായിരിക്കുന്നു. മറ്റൊന്ന്, ബി.ജെ.പി. ജയിച്ചത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചു. 2ഇടത്തും ഹരീഷ് റാവത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് വെറും 11 സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്നതാണ്. 70 നിയമസഭാ സീറ്റുകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. അവിടെ 57 സീറ്റും ബി.ജെ.പി. തന്നെ നേടിയിരിക്കുന്നു. ബി.എസ്.പിക്കാണ് ആകെ ഒരു സീറ്റ്. ബി.എസ്.പിക്ക് നേരത്തെ 3 സീറ്റുകളിലൊക്കെ അവർ ആദ്യഘട്ടത്തിലൊക്കെ മുമ്പിൽ നിന്നെങ്കിൽ പോലും ബി.എസ്.
PSPക്ക് ഇപ്പോൾ അതുപോലും ലഭിച്ചിട്ടില്ല. BJP ആണ് സീറ്റുകൾ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26 സീറ്റുകൾ ഉത്തരാഖണ്ഡിൽ വർദ്ധിപ്പിച്ചു. എന്തായാലും കേവല ഭൂരിപക്ഷം തന്നെ ഉത്തരാഖണ്ഡിൽ BJP നേടിയിരിക്കുന്നു. മറ്റത് പഞ്ചാബിൽ മണിപ്പൂരാണ്. മണിപ്പൂരിൽ BJP നേടിയൊരു വിജയം രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് UPയേക്കാൾ വലിയ വിജയം എന്ന് തന്നെയാണ്. കാരണം മണിപ്പൂരിൽ ഇതുവരെ BJP ഒറ്റ സീറ്റ് പോലും നേടിയിട്ടില്ല. കേരളത്തിന് സമാനമായി തന്നെയാണ് അവിടെ അക്കൗണ്ട് നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പൊന്നും BJP തുറന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, മണിപ്പൂരിൽ കേവല ഭൂരിപക്ഷം കടക്കുകയും BJP ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് 42 സീറ്റ് നേടിയ മണിപ്പൂരിൽ ഇപ്രാവശ്യമാകട്ടെ കോൺഗ്രസ് ക്ഷമിക്കണം, ഈ പുതിയ കണക്കുകൾ പ്രകാരം കോൺഗ്രസിന് 27 സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ BJP ഇഞ്ചോട് ഇഞ്ച് തന്നെയാണ്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിന്റെ അന്തിമ കണക്കുകൾ പുറത്തുവിടേണ്ടതുണ്ട്. എന്തായാലും മണിപ്പൂരിലും വലിയൊരു മുന്നേറ്റം BJPക്ക് നേടാനായി. ഇനി ആ സീറ്റുകൾ എത്രത്തോളം ബാക്കിയുള്ള 3-4 സീറ്റുകളിലുള്ള വ്യത്യാസം മണിപ്പൂരിൽ BJP അധികാരത്തിലെത്തിയോ കോൺഗ്രസിന് വീഴ്ചയിലേക്ക് നയിക്കുകയോ ചെയ്യാം. ഗോവ മറ്റൊന്നും പ്രധാനപ്പെട്ട ഗോവയാണ്. ഗോവയിൽ ത്രികോണ മത്സരമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ച് ആം ആദ്മിയുടെ മുന്നേറ്റം. പക്ഷേ ആ ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും ഗോവയിൽ നേടാനായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് 18 സീറ്റിൽ അവിടെ ഭരണം നേടിയിരിക്കുന്നു. BJP 14 സീറ്റിൽ മാറി. പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ ആയിരുന്നു നേരത്തെ ഗോവ മുഖ്യമന്ത്രി. അദ്ദേഹം മാറിയപ്പോൾ ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയെ. ലക്ഷ്മികാന്ത് പർസേക്കറിനെ പോലും ഗോവ കൈവിട്ടു. അല്പസമയം മുമ്പ് ലക്ഷ്മികാന്ത് പർസേക്കർ തന്റെ രാജി ഗവർണർക്ക് കൈമാറി. സന്തോഷ് ഷർലിംഗാണ് വിവരങ്ങൾ നൽകുന്നത്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി നടന്നതായി BSP നേതാവ് മായാവതി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നതായി മായാവതി ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും മായാവതി പറഞ്ഞു. कि जिस भारतीय जनता पार्टी ने उत्तर प्रदेश में जहां मुस्लिम समाज का जो वोट है 18 और 20% के करीब है, जिस भारतीय जनता पार्टी ने एक भी टिकट मुस्लिम को ना दिया हो, इसके बावजूद भी मुस्लिम बहुल्य इलाकों में मुस्लिम समाज का वोट BJP को चला जाए, क्या आप लोगों के गले के नीचे से ये उतर रहा है? हमारी पार्टी के लोगों के, मैं समझती हूँ कि पूरे दुनिया में भी यदि ये बात उनके सामने रख दी जाए तो उनके गले के नीचे से नहीं उतरेगी. കനത്ത തിരിച്ചടികൾക്കിടയിൽ പഞ്ചാബിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റം. 117-ൽ 77 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസിന്റെ മുന്നേറ്റം. 20 സീറ്റിൽ ഒതുങ്ങിയ ആം ആദ്മിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ല. 18 സീറ്റുമായി അകാലിദൾ BJP സഖ്യം മൂന്നാമതായി. അതേസമയം പട്യാലയിലും ലാംബയിലും അംഗം കുറിച്ച അമരീന്ദർ സിംഗിന്റെ വിജയം കൂടിയാണ് പഞ്ചാബിലേത്. വാശിയേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച പഞ്ചാബിൽ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് അധികാരമുറപ്പിക്കുകയായിരുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പഞ്ചാബ് അകാലിദളിൽ നിന്ന് കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് പോരാട്ടം. അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ് കോൺഗ്രസിന് തുണയായതെന്നാണ് വിലയിരുത്തലുകൾ. The people of Punjab want stability. They want development. They want jobs. They want industry. They want a better education, better health. And when I'm on this subject, I would like to say that I hope that the union government will now recognize this demand of the Punjab people. അകാലിദൾ BJP സഖ്യ ഭരണത്തിനൊടുവിൽ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനും മകനും ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീന്ദർ സിംഗ് ബാലിനുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. അഴിമതിയുടെ മുനകൾ ബാദൽ കുടുംബത്തിന് നേരെ നീണ്ടത് അകാലിദളിന് തിരിച്ചടിയായി. വോട്ട് ബാങ്കായ സിഖ് വിഭാഗവും ഇക്കുറി കോൺഗ്രസിനെ തുണച്ചു. വിജയം പ്രതീക്ഷിച്ച പ്രചരണങ്ങൾ നടത്തിയ ആം ആദ്മിക്കും വലിയ തിരിച്ചടിയാണ് പഞ്ചാബിലുണ്ടായത്. 32% ദളിത് വോട്ടിലും യുവജന പിന്തുണയിലുമായിരുന്നു ആം ആദ്മിയുടെ കണ്ണ്. എന്നാൽ ജനസമ്മതനായ നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ AAPക്ക് കഴിയാഞ്ഞത് വീഴ്ചയായി. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ ഭിന്നിക്കുമെന്ന BJP കണക്കുകൂട്ടലുകളും പാളി. നവജ്യോതി സിംഗ് സിദ്ധു ഉൾപ്പെടെ 10ഓളം പ്രമുഖ BJP അകാലി നേതാക്കൾ കോൺഗ്രസിലേക്ക് കൂടുമാറിയതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. സിദ്ധു അമൃതസറിൽ നിന്ന് മിന്നും വിജയമാണ് സ്വന്തമാക്കിയത്. कि खुशी से ज्यादा बदले की भावना को पीछे रख के अब पंजाब के हक में लड़ाई लड़नी होगी, निस्वार्थ होकर लड़नी होगी. नवजोत सिंह सिद्धू तो पहले दिन से कह रहा है ना काहू से दोस्ती ना काहू से बैर, सिद्धू मंगे पंजाब दी खैर. തന്റെ 75ാം പിറന്നാൾ ദിനത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് തിരിച്ചുവരവ് നടത്തിയത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്. ഇടവേള. വേനൽ കടുത്തു തുടങ്ങിയതോടെ മലപ്പുറം ജില്ലയിലെ 62 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം. പ്രതീക്ഷിച്ചിരുന്ന വേനൽമഴ ആവശ്യത്തിന് കിട്ടാതിരുന്നത് ജലദൗർലഭ്യം നേരിടാൻ ഒരുക്കിയ പദ്ധതികളെയും സാരമായി ബാധിച്ചു.